ഞാൻ B4ലെ സ്റ്റുഡന്റ് ആണ്. ഏഹ് എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും ലൈഫിൽ. ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ വിജയിക്കണം. ഒരിക്കലും അതിൽ നമ്മൾ തളരാൻ പാടില്ല. കാരണം അള്ളാഹു പരീക്ഷണം നൽകുന്നത് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ഒരുപാട് വിജയങ്ങൾ പിന്നിൽ വെച്ചിട്ടുണ്ട്. എന്റെ ലൈഫിലൊക്കെ എനിക്ക് സംഭവിച്ചത് അതാണ്. കാരണം എനിക്ക് ഒരുപാട് പരീക്ഷണം വന്നപ്പോ എനിക്കറിയില്ല ഇത് റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ഇതിന്റെ പിന്നിൽ എന്തോ ഒന്ന് വരാനുണ്ട് ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ എപ്പോഴും റബ്ബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പരീക്ഷണം, ഒന്നിന്റെ പിറകെ ഒന്നായി പരീക്ഷിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നു. ഒരു 10 വർഷം വരെ അങ്ങനെയായിരുന്നു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ എനിക്ക് ജീവിതം തന്നെ മടുത്ത പോലെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാ ഇങ്ങനെ എന്നെ മാത്രം, എന്നെ കാട്ടും അള്ളാഹുവിനെ അടുക്കാത്തവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ റബ്ബ് എന്താ ഇങ്ങനെ എന്നെ മാത്രം പരീക്ഷിക്കുന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തലാണ് എന്റെ മനസ്സുണ്ടായിരുന്നത്. അന്നൊക്കെ എന്റെ ഉപ്പ എന്നോട് പറയും, ഒരിക്കലും അല്ല, നീ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെയാണ് അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കല്. അങ്ങനെ അത് നീ മനസ്സിലാക്കണം, നീ ദുആ ചെയ്യണം. ഇതിന്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും ഓ, നല്ലത് കാണാനുണ്ടാവും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അന്നൊന്നും എന്റെ തലയിൽ അത് കയറാറില്ല. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ ഞാൻ ഏറ്റവും ഉപ്പാനും ഉമ്മാനും ഒക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരെ പോലും ഞാൻ വിളിക്കാണ്ട് അവരെ പോലും കാണാൻ പോവാത്ത ഒരു ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് മനസ്സിൽ, എനിക്ക് നല്ല ദീനിയായി ജീവിക്കണം. എങ്ങനെ അതിന് അവസരം ഉണ്ടാവുക, അങ്ങനെ അവസരം ഉണ്ടാവുക. എനിക്ക് ഖുറാൻ പഠിക്കണം, അതിനൊക്കെ എവിടെ അവസരം കിട്ടുക? പെണ്ണുങ്ങൾക്കൊക്കെ ഖുറാൻ പഠിക്കൽ എവിടുന്ന? അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ അഴട്ടുന്നുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ മൊബൈലിലൊക്കെ കാണുമ്പോൾ അതിലൊക്കെ കയറി, പക്ഷെ ഒന്നിനും എവിടെ നിന്നും ഒരു സമാധാനം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ക്ലിയർ ആവുന്നുണ്ടായില്ല, പഠിക്കുന്ന അല്ലാണ്ട് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എനിക്ക് ഒരു എന്റെ ഉപ്പ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. വീണ്ടും ഞാൻ തളർന്നു, വീണ്ടും ഞാൻ തളർന്നു. ഇനി ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ആവുമ്പോ എനിക്ക് ഉപ്പാനെ എപ്പോഴും സ്വപ്നം കാണാൻ തുടങ്ങി. സ്വപ്നത്തില് ഒരു ദിവസം ഉപ്പ എന്നോട് പറയാം, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെ? നിനക്ക് ഞാൻ എവിടെയാ പോയത്? ഞാൻ ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാ പോയത്, അത് നമ്മുടെ റബ്ബിന്റെ അടുത്തേക്കാ ഞാൻ പോയത് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ സ്വപ്നത്തിൽ വന്നു. അന്ന് രാവിലെ ഞാൻ വിചാരിച്ചു, ശരിയാണ് ഉപ്പ പറഞ്ഞത്. ഏറ്റവും ദുനിയാവിൽ എന്താ ഒരു സുഖമില്ലാത്ത ദുനിയാവില് ഉപ്പ പോയിട്ടുണ്ട് അത് ഏറ്റവും നല്ല സ്ഥലത്തേക്ക്, നമ്മളെ റബ്ബിന്റെ അടുത്തേക്ക്. അന്ന് മുതൽ ഞാൻ കരയുന്നതൊക്കെ നിർത്തി. എനിക്കും ദീനി ആവണം എന്നുള്ള ഒരു ചിന്തയിൽ എന്റെ മനസ്സ് പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് നമ്മളിപ്പോ എല്ലാരും കുടുംബത്തിലൊക്കെ കല്യാണം അത് ഇത് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആഡംബര ജീവിതം, ദുനിയാവിന്റെ പിന്നിലുള്ള ഒരു ജീവിതത്തിലേ നടക്കുന്നുള്ളൂ. മക്കളൊക്കെ അതാണ് ഇപ്പൊ കാണുന്നത്, ആഡംബര ജീവിതവും ദൂർത്തടിച്ചുള്ള കല്യാണങ്ങള്. അപ്പൊ നമുക്ക് നമ്മളെ കുടുംബത്തിൽ അത് പോവാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും, എവിടെയെങ്കിലും കുറച്ചു കാലം ജീവിച്ചിട്ട് മക്കളൊക്കെ പൂർണ്ണ ദീനിയായിട്ട് എനിക്ക് തിരിച്ചു വരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വിസിറ്റിംഗ് എടുത്ത് ഞാൻ UAE വന്നത്. ഇവിടെ എത്തിയപ്പോ എന്റെ മനസ്സിന് ഒരുപാട് എനിക്ക് ഖുറാൻ പഠിക്കണം, ഖുറാൻ പഠിക്കണം എന്നുള്ള ചിന്തകൾ തുടങ്ങുമ്പോൾ എൻക്യൂനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻക്യൂല് കയറി. എൻക്യൂല് കയറിയിട്ട് അപ്പൊ നൂറാം വല്യമ്മനും പിന്നെ ഷാഹിന വല്യമ്മന്റെ ക്ലാസ് ഒക്കെ എന്നെ ഒരുപാട് ആകർഷിച്ച്. അതില് ഒരുപാട് ഇങ്ങനെ ആസ്യാം വല്യമ്മന്റെ വളരെ ക്ഷമയോടുള്ള സംസാരം, ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരുപാട് മാറ്റം തുടങ്ങി, മനസ്സിനകത്ത് മാറ്റം വന്നു. അങ്ങനെ എൻക്യൂല് കഴിഞ്ഞ വർഷം ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ക്ലാസ് ഒക്കെ തീരാറുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇതിൽ നിന്ന് പിന്മാറാണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് മുമ്പിലോട്ട് പോകണം. അങ്ങനെ ഞാൻ അക്കാഡമിയെ സമീപിച്ചപ്പോ എനിക്കൊരു കോർഡിനേറ്റർ ഒരു ജോലിയും കിട്ടി. അതിലും ഞാൻ വളരെ സന്തോഷായി. അപ്പോഴാണ് ഞാൻ അള്ളഹാനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിയത്. എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടിയത് ഈ ഒരു ഖുറാൻ പഠിക്കാനുള്ള അവസരം, പിന്നെ എനിക്ക് ഖുറാനായിട്ട് ബന്ധം നിലനിർത്താനുള്ള ഒരു അവസരമൊക്കെ അള്ളാഹ് തരാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് എന്നെ അത്ര അധികം അള്ളാഹ് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയത്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഡിപ്രഷനൊക്കെ ഒരു മരുന്നില്ലാണ്ട് ഞാൻ ഖുറാനിലൂടെയാണ് എനിക്കത്
എനിക്ക് ഷിഫ കിട്ടിയത്. അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം എനിക്ക് അതിലുണ്ട്. വളരെ സന്തോഷത്തിൽ എനിക്ക് എൻക്യൂന്റെ കൂടെ ജോലി ചെയ്യാനും എൻക്യൂനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാനും വല്ലാണ്ട് എന്റെ മനസ്സ് ഹാപ്പിയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ട്, എനിക്ക് പരീക്ഷണം തീർന്നത് ഞാൻ പറയില്ല, എങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഞാൻ കരഞ്ഞതൊക്കെ ചിന്തിച്ച് ഇന്ന് റബ്ബ് തന്ന അനുഗ്രഹത്തെ കുറിച്ച് ഓർത്ത് ഞാന് ഭയങ്കര വേദനയാണ്. എന്തിനാണ് ഞാൻ റബ്ബിനെ കുറ്റപ്പെടുത്തിയത്? അതുകൊണ്ട് നമ്മ എല്ലാരും മനസ്സിലാക്കേണ്ടത്, പരീക്ഷണം തരുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കാണ്. അത് ശരിക്കും എല്ലാവരും മനസ്സിലാക്കണം. എന്നെ പോലെ ഒരാളും അള്ളാഹു എന്താ എനിക്ക് മാത്രം തന്നെന്ന് അങ്ങനെ ആരും ഇനി ചിന്തിക്കരുത്. അതെനിക്ക് എല്ലാരോടും പറയണമെന്നാണ് ആഗ്രഹം. എവിടെ പോയെങ്കിലും അത് പറയണം. പരീക്ഷ പരീക്ഷിക്കപ്പെടുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് എനിക്ക് പറയണമെന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ തീരാറില്ല. പക്ഷെ സമയം കുറവുള്ളത് കൊണ്ടും എനിക്ക് ഒരു ധൈര്യവും ഇല്ല കുറെ സംസാരിക്കാനൊന്നും. അതുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.